നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന പുതിയ അപേക്ഷ എങ്ങനെ നൽകാമെന്നുള്ളതാണ്. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, കാർഷിക പെൻഷൻ മുതലായ എല്ലാ പെൻഷനുകളും എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ അപേക്ഷ നൽകാമെന്നും അത് എങ്ങനെ അപ്രൂവൽ ചെയ്ത് നമുക്കറിയാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വീട്ടിൽ 60 വയസ്സ് തികയുന്ന ആളുകൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ മാറ്റങ്ങൾ, നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമുക്ക് എല്ലാ പെൻഷനും പൊതുവായിട്ട് വേണ്ട കാര്യങ്ങൾ നോക്കാം. ആദ്യമായി അവിടെ ആധാർ കാർഡാണ് വേണ്ടത്. അതുപോലെ തന്നെ പിന്നീട് ആധാർ കാർഡ് കറക്റ്റായി അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് നിർബന്ധമായിട്ടും വേണം. പിന്നീട് പെൻഷൻ വാങ്ങുന്ന ആളുടെ ഫോട്ടോ വേണം. പിന്നീട് വേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റാണ്. അത് നമ്മുടെ അക്ഷയയിൽ നിന്നും ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. വരുമാന സർട്ടിഫിക്കറ്റിന് കൂടെ നമ്മുടെ പ്രായം തെളിയിക്കുന്ന നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടോ, അതുമല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഗസറ്റഡ് ഓഫീസറോ അല്ലെങ്കിൽ നോട്ടറി പബ്ലിക്കോ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റോ വേണം. അതിനുശേഷം വേണ്ടത് റേഷൻ കാർഡാണ്, വോട്ടർ ID കാർഡ്. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് എല്ലാ പെൻഷനും നിർബന്ധമായിട്ടും വേണ്ടത്. പിന്നീട് ഓരോ പെൻഷനും, ഇപ്പോൾ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകയാണെങ്കിൽ വിധവാൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യം വരും. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യം വരും. അതുപോലെ തന്നെ കാർഷിക പെൻഷനാണെങ്കിൽ കൃഷി ഓഫീസിൽ നിന്നുള്ള സത്യാമൂലം, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ കർഷകൻ തെളിയിക്കുന്ന രേഖ, ഈ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ കൂടെ ആവശ്യമുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഡിസബിലിറ്റി പെൻഷൻ, നമുക്ക് എന്തെങ്കിലും പോരായ്മ, കയ്യോ കാലിന് എന്തെങ്കിലും മറ്റു പോരായ്മയുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ വെക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടും നമ്മൾ ഓൺലൈനായി സബ്മിച്ച എല്ലാ രേഖകളും നമ്മൾ പെൻഷൻ ലഭിക്കുന്ന പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ നേരിട്ട് കൊടുക്കുക. അതിനുശേഷം അവിടെ ഒരു അന്വേഷണം ഉണ്ടാകും, നമ്മൾ പെൻഷന് അർഹനമാണോ എന്നുള്ളത്. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തള്ളുന്ന അവസ്ഥയുണ്ട്. വീട് 1000 സ്ക്വയർ ഫീറ്റിന് മേലെ ഉണ്ടാവുക, വീട്ടിലാർക്കെങ്കിലും 4 ചക്ര വാഹനം ഉണ്ടാവുക, കുടുംബത്തിൽ മുഴുവനായിട്ട് 1 ഏക്കറിന് മേലെ ഭൂമി ഉണ്ടാവുക, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ ഇപ്പോൾ തള്ളുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഓക്കെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പെൻഷൻ ലഭിക്കും. 1 മാസം 2 മാസത്തിന് ശേഷം തന്നെ നമുക്ക് അറിയിപ്പ് ലഭിക്കും, പെൻഷൻ ID ആകും. അതിനുശേഷം നമുക്ക് പെൻഷൻ ലഭിക്കും. ഇതിനെ കൂടെ തന്നെ നമ്മൾ ബാങ്കിലേക്കാണ് പെൻഷൻ ലഭിക്കുന്നത് എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കണം. അല്ല, നമ്മുടെ വീട്ടിലേക്കാണെന്നുള്ളത് ആവശ്യമാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം പെൻഷൻ മസ്റ്ററിങ് ചെയ്യാൻ പറ്റുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് ചെയ്യുക. അതിന് പെൻഷൻ ID ആയാൽ മതി. അതിപ്പോൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെൻഷൻ മസ്റ്ററിങ് നിർബന്ധമായിട്ടും ചെയ്യണം. അതിൽ പെൻഷൻ ID ആയ ആളുകളുണ്ടെങ്കിൽ അവർ പെൻഷൻ ഇപ്പോൾ ലഭിക്കുന്നില്ലെങ്കിൽ പോലും അവർ പെൻഷൻ മസ്റ്ററിങ് ചെയ്താൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. പെൻഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, സംശയമുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചോദിച്ചാൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി നൽകുന്നതാണ്. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.